തളർന്നു പോയോ? മനസ്സുകൊണ്ട് നമ്മൾ തളർന്നാൽ ഒന്നും പിന്നെ നമ്മൾക്ക് സന്തോഷത്തോടെ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് എപ്പോഴും മനസ്സിനോട് പറയണം, ഞാൻ ഒരിക്കലും മനസ്സുകൊണ്ട് തളരില്ല എന്ന്. എല്ലാ ദിവസവും നമ്മളെ സംബന്ധിച്ച് നല്ല ദിവസങ്ങളൊന്നും ആയിരിക്കില്ല. ചില ദിവസങ്ങൾ നമ്മളെ തളർത്തും, ആരും മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നും. ഇതൊക്കെ തോന്നുന്നത് കൊണ്ട് ഞാൻ തളർന്നു പോയി, ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് തളർന്നു പോയി എന്നൊന്നും കരുതരുത്. ഇന്നത്തെ വേദന നാളെയുടെ തീരുമാനമായിരിക്കരുത്. അതായത് നമ്മൾക്ക് ചിലപ്പം ഭയങ്കര മൂഡ് ഓഫ് ആയിരിക്കും ഒരു ദിവസം, ചിലപ്പോൾ നമ്മളാരും മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നും. അപ്പം അത് നാളെ വരുന്ന നാളെ നമ്മളങ്ങനെ തീരുമാനിക്കരുത്. ആ ഒരു ദിവസം പോലെ തന്നെയായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിലും എന്നാണ് നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുക. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു ദിവസം അങ്ങനെയാകും, ഒരു ദിവസം എല്ലാ ദിവസവും അങ്ങനെ ആവണമെന്നില്ല. പിന്നെ നമ്മളെ മനസ്സൊക്കെ ഒന്ന് ഫ്രഷായി നമുക്കിഷ്ടമുള്ള ആൾക്കാരോടൊന്ന് സംസാരിക്കുക. എന്നിട്ട് പറയാം, എൻ്റെ മനസ്സാണ്, എൻ്റെ മനസ്സെ നീ തളരാൻ പാടില്ല. അത് മനസ്സോട് പറയാം. നിനക്കിനിയും നല്ല ദിവസങ്ങൾ വരാനുണ്ട്. അത് മനസ്സിനോട് പറയാം. ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ പറയുന്നതാണ്. നമുക്ക് പ്രാവർത്തികമാക്കിയാൽ എന്തായാലും എനിക്ക് തോന്നുന്ന കുറേയൊക്കെ നമുക്ക് വിജയിക്കാൻ പറ്റുന്നു. സ്വയം മനസ്സോട് പറയാം, ഞാൻ തളരില്ല, ഇനിയും ഒരുപാട് നല്ല ദിവസങ്ങൾ വരാനുണ്ട് എന്ന്. ഒരു മോശം ദിവസം വന്നതുകൊണ്ട് ജീവിതം മോശമായി പോകുന്നില്ല. അതൊക്കെ ആദ്യം നമ്മൾ ചിന്തിക്കണം. ഒരു മോശം ദിവസം വന്നതുകൊണ്ട് ജീവിതം മോശമായി പോവോ? ഇല്ല. ഞാൻ ഈ വീഡിയോ ഇടുമ്പം ഇതിനേക്കാളും എത്രയോ ഉയരങ്ങളിലുള്ള ആൾക്കാർ ഇത് ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവും. ഒന്നും ആയിരിക്കില്ല. കാരണം അവരൊക്കെ ചിന്ത ഒത്തിരി ഉയരങ്ങളിലായിരിക്കും. പക്ഷേ ഞാനെൻ്റെ വീഡിയോ ഇടുന്നത് നമ്മളെപ്പോലെ ചിന്തിക്കുന്ന ഒരു ചെറിയൊരു കാര്യം വന്നാൽ അപ്പം തന്നെ നമ്മൾ ഡൗൺ ആയി പോകുന്ന ആൾക്കാരുണ്ട്. എല്ലാവരും ഒരുപോലെയല്ലല്ലോ. അവർക്ക് വേണ്ടി മാത്രമാണ്. കാരണം അവരുടെ മനസ്സിന് എന്തെങ്കിലും എൻ്റെ വീഡിയോ ഒന്ന് കിട്ടിയെങ്കിൽ എന്ന് ആലോചിച്ചിട്ട്. അതുപോലെ ഒരു മോശം ദിവസം വന്നതുകൊണ്ട് ജീവിതം മോശമായി പോയി എന്നൊന്നും തോന്നരുത്. ഒരു പരാജയം വന്നതുകൊണ്ട് ഞാൻ പരാജയപ്പെടുന്ന മനുഷ്യനായപ്പോഴും എന്നൊന്നും ചിന്തിക്കണ്ട. എല്ലാവരുടെ ജീവിതത്തിലും പരാജയമുണ്ട്, വിജയമുണ്ട്, എല്ലാം ഉണ്ട്. മുഴുവൻ വിജയിച്ചൊരു ജീവിതം കാണിച്ചു തരാൻ പറ്റുമോ? മുഴുവൻ പരാജയപ്പെട്ട ഒരു ജീവിതം കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ല. എല്ലാത്തിലും ജയവും തോൽവിയും ഒക്കെയുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾക്ക് സമയമെടുക്കും, അത്രയേ ഉള്ളൂ. അതെൻ്റെ വഴിക്ക് വരും എന്ന് നമ്മൾ കാത്തു നിൽക്കുക. അത് വരും എന്നുള്ളൊരു കാത്തിരിപ്പ്. അതുവരെ നമ്മൾ എന്ത് ചെയ്യണം? സ്വയം കൈവിടാതെ മനസ്സിനിങ്ങനെ ചേർത്ത് പിടിക്കണം. എല്ലാം അവസാനിച്ചിട്ടില്ല എന്നുള്ള ഒരു ചിന്ത ഒരിക്കലും മനസ്സിന് പാടില്ല. ഒരു മോശം ദിവസം കൊണ്ട് എല്ലാം തീർന്നു എന്നുള്ള ചിന്തയും ഒരിക്കലും പാടില്ല. രണ്ടാമത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നു. അതുപോലെ നമ്മളെ പിന്നെ ഉള്ള ഒരു കാര്യമാണ്, എപ്പോഴും ഞാനത് എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. നമ്മൾക്ക് നമ്മളെ തന്നെ വേണ്ട എന്ന് തോന്നുമ്പം, നമ്മളെല്ലാത്തിലും പരാജയമാണെന്ന് തോന്നുമ്പം നമ്മൾ സ്വയം ഏൽക്കുന്ന ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സംഭവം, അങ്ങനെ പറയാം, ആണ് ആത്മഹത്യ. ദയവ് ചെയ്ത് അതിലേക്കൊന്നും ചിന്തിക്കരുത്, പോവരുത്. അതുപോലെ മാനസികാരോഗ്യ പ്രശ്നവും സാമൂഹിക പ്രത്യാഘാതങ്ങളുണ്ടാക്കുന്ന വിഷയവും എല്ലാം കൃത്യമായ സമയത്ത് പിന്തുണ, ചികിത്സ ഇതെല്ലാം നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ഇനി അഥവാ നമ്മളൊരു ഡിപ്രഷനിലേക്ക് പോയി എന്നുള്ളൊരിത് വന്നാൽ
നമുക്ക് അത്രമാത്രം ചില കാര്യങ്ങൾ മനസ്സിലേക്ക് ഫീൽ ചെയ്യും. അതാണ് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഫീൽ ചെയ്യുമ്പം നമ്മൾ എന്ത് ചെയ്യണം? ആരെങ്കിലും ഉപദേശങ്ങൾ എടുക്കുക, അല്ലാതെ പോയിട്ട് എല്ലാം തീർന്നെന്ന് തീരുമാനിക്കല്ല. ആരെങ്കിലും പിന്തുണയെടുത്ത് ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ചികിത്സയൊന്നുമല്ല. അത് ഡോക്ടർ പറയും, ആ സമയത്ത് അത്ര ദിവസങ്ങൾ മെഡിസിൻ എടുക്കുക. ഡിപ്രഷനും ആങ്സൈറ്റിയും എല്ലാം നമുക്ക് വരും ഇങ്ങനത്തെ ഒരവസ്ഥയിൽ, മനസ്സ് തളർന്നു പോകുമ്പോൾ. പക്ഷേ ഈ മനസ്സിനെ തളർത്താതെ പിടിച്ചു നിർത്താൻ പറ്റണം, അത് നമ്മളെ കൊണ്ട് കഴിയണം. അത് കഴിയാതെ നിൽക്കുമ്പോഴാണ് ഡിപ്രഷനും ആങ്സൈറ്റിയും ഒക്കെ വരുന്നത്. അത് സാമ്പത്തിക തകർച്ച, ലഹരി, മദ്യം എല്ലാം ഇതെല്ലാം വന്ന് നമ്മൾ അറിയാതെ പെട്ടുപോകുന്നതാവും. അല്ലാതെ അറിഞ്ഞുകൊണ്ട് ഒരാൾ നമ്മൾക്ക് മോശമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഒരാൾ ഒന്നിലേക്കും പോവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ നമ്മളൊരു ഒരു ഫ്രണ്ട്സിൻ്റെ കമ്പനി ഉണ്ടായാൽ, അങ്ങനെയാണ് പലപ്പോഴും പലരും ലഹരിയും മദ്യവും ഒക്കെ പെട്ടുപോകുന്നത്. എല്ലാവരും കഴിക്കുമ്പം എന്താവും? നമ്മളെയും കൂടി അവർ പ്രോത്സാഹിപ്പിക്കും. ആ പ്രോത്സാഹനം നമ്മളെ പ്രായത്തിൻ്റെ ആ ഒരു പക്വതയില്ലായ്മയിൽ നമ്മൾ അതങ്ങ് സ്റ്റാർട്ട് ചെയ്യും. എന്താണെന്നറിയണം എന്നുള്ളൊരു ചിന്തയാണ് അവിടെ നമുക്ക്. അത് നിങ്ങൾക്ക് പക്വത എത്തിയിട്ടില്ല, പറഞ്ഞിട്ട് കാര്യവുമില്ല. പക്ഷേ ആ പക്വത നമ്മൾക്ക് വേണം. നിങ്ങൾക്കൊരു ടെൻഡൻസിയാണ്, അതെന്താണെന്നറിയണം എന്നുള്ളത്. ആ എന്താണെന്ന് അറിയണം എന്നുള്ളതാണ് നമ്മുടെ എവിടെ എത്തിക്കുന്നത്? എല്ലാം ചിലപ്പോൾ നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിക്കുന്ന, മനസ്സിൻ്റെ താളം തെറ്റിച്ചിട്ട്. അതുകൊണ്ട് ഇനി പറയുന്ന എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അതായത് മാനസികമായിട്ട് നല്ലവണ്ണം തളർന്ന വ്യക്തികൾ എന്തൊക്കെയാണ് കാണിക്കുക എന്നറിയോ? ജീവിതം മടുത്ത് ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് അടിക്കടി അവർ പറഞ്ഞുകൊണ്ടിരിക്കും. അവരെപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ അവർ ഫ്രണ്ട്സിൻ്റെ കൂടെയോ റിലേറ്റീവ്സിൻ്റെ കൂടെയോ ഒന്നും പൂർണ്ണമായി അതിൽ നല്ല ഉൾവലിയും. അവരുടെ അടുത്തൊന്നും പോയിരിക്കില്ല, സംസാരിക്കില്ല, ജീവിച്ച് മതിയായി എന്ന് പറയും. അതൊക്കെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ സ്വന്തം സാധനങ്ങളെല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കും. പെട്ടെന്ന് നമ്മൾ വിട പറഞ്ഞു പോന്നു എന്നുള്ള ഒരർത്ഥത്തിൽ ആണ് അത്. അവരുടെ മനസ്സ് അതങ്ങനെയാണ്. എല്ലാ സാധനങ്ങളും അവർ എല്ലാവർക്കും കൊടുക്കും. പിന്നെ ഉറക്കമുണ്ടാവില്ല, ഭക്ഷണം കഴിക്കില്ല. ഇതൊക്കെ ഇത്രയും ലക്ഷണങ്ങൾ ഏറ്റവും വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. ഇതിലേതെങ്കിലും ഒന്നുണ്ടെങ്കിൽ, നിങ്ങളെ ചുറ്റിലും ഒരാൾക്ക് ഇതിലേതെങ്കിലും ഒരു ലക്ഷണം കണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് അവരെ ശ്രദ്ധിക്കുക. പോയിട്ട് പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ല. അതുകൊണ്ട് അതിന് നമുക്കൊരു പോംവഴി എന്താ? സംസാരിക്കുക, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരോട് സംസാരിക്കുക, പിന്നെ ഒരു കൗൺസിലിങ്, ഡോക്ടറെ കാണിക്കുക. ഇതൊക്കെയാണ് ഈ 3 കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള ആൾക്കാർ, ഈ ഒരു ചിന്താഗതി കൊണ്ട് നടക്കുന്ന ആൾക്കാർ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരെ മനസ്സെങ്ങോട്ടാണ് പോകുന്നത് എന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട 3 കാര്യം എന്താണെന്ന് വെച്ചാൽ, അവരുടെ കൂടെ നിന്ന് സംസാരിക്കുക. സൈക്കോളജിസ്റ്റ് ഓർ സൈക്യാട്രിസ്റ്റിനാണെങ്കിൽ സൈക്യാട്രിസ്റ്റിനെ കാണിക്കുക. പിന്നെ അവരെ മനസ്സുകൊണ്ട് അവരെ കൂടെ ഉണ്ട് എന്ന് നമ്മളൊന്ന് കാണിച്ചു കൊടുക്കുക. അപ്പോൾ അവർക്കതൊരു പ്രതീക്ഷയാവും. പിന്നെ ഒരിക്കലും ഞാൻ ഒറ്റക്ക എന്നുള്ള ചിന്തിക്കില്ല. അപ്പം മനസ്സ് തളരില്ലല്ലോ, തളരണ്ട. ഓക്കെ.